എന്റെ പൊന്നു ചെങ്ങായിമാരെ, നിങ്ങളോടേ ഉങ്ങിന്റെ ഇല കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അപ്പ പറയും നിങ്ങൾ കണ്ടിട്ടില്ലാന്ന് അല്ലേ. നിങ്ങൾ പലരും അങ്ങനെയാ. എന്റെ അനുഭവം പറഞ്ഞേ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഉറപ്പാ. അത് എവിടെയാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് കേരളത്തിലെ റോട്ടുമ്മക്കൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഉങ്ങിന്റെ ഇല? മനസ്സിലായോ? എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കാണാം. ഇത് അത്ര പോപ്പുലർ അല്ല. ഇത് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ റോഡിന്റെ രണ്ട് സൈഡിലും വശങ്ങളിലേ തണൽ വൃക്ഷമായിട്ട് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതെന്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്, പറഞ്ഞുതരാം. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സജസ്റ്റ് ചെയ്യാറുണ്ട് പേഷ്യൻസ് വരുമ്പോഴേ. അതൊക്കെ പറയാം കേട്ടോ, വഴിയെ പറയാം. അപ്പൊ ഇത് റോഡ് സൈഡിൽ വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2-3 ഉപയോഗങ്ങളുണ്ട്. അതായത് നല്ല വേനൽക്കാലത്ത് ഇതിന് അധികം വെള്ളമൊന്നും വേണ്ട, അവിടെ നിന്നുണ്ടായിക്കോളും. പിന്നെ നല്ല വേനൽക്കാലത്ത് മറ്റ് ചെടികളുടെയൊക്കെ ഇലകൾ കൊഴിഞ്ഞിങ്ങനെ തടി മാത്രമായിട്ട് നിൽക്കണ കണ്ടിട്ടില്ലേ? ആ സമയത്താണ് നിങ്ങൾ ഉങ്ങിന്റെ ഇല തിരിച്ചറിയാൻ വളരെ എളുപ്പം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് അങ്ങോട്ട് തളിർക്കും. നിറച്ച് കുരുകുരുന്നുള്ള ഇലകൾ വന്ന് തളിർക്കും നല്ല ചൂടുകാലത്ത്. ആ സമയത്ത് മറ്റ് വൃക്ഷങ്ങളുടെ ഒക്കെ ഇലകൾ ഇങ്ങനെ കൊഴിയണ സമയമായിരിക്കും. ആ സമയത്തും ഇതുമ്മ ഇലകൾ ഉണ്ടാവും അർത്ഥം. അതുകൊണ്ടാണ് ഇത് തണൽ വൃക്ഷമായിട്ട് വെക്കാനുള്ള ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് കഴിഞ്ഞാൽ ഈ അന്തരീക്ഷ മലിനീകരണം തടയാനായിട്ട് കാർബൺ മോണോക്സൈഡും അതുപോലെ മറ്റു പൊടിപടലങ്ങളൊക്കെ ആഗിരണം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട് ഇതിന്. നമുക്ക് ഒത്തിരി പറമ്പ് വ്യാപ്തിയുള്ളവരാണെങ്കിൽ ഇതൊക്കെ പറമ്പിൽ വെച്ച് പിടിപ്പിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ ഒന്നൊന്നായിട്ട് വഴിയെ പറയാം. അപ്പൊ ഇങ്ങനെ തണൽ വൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നു, അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് സഹായിക്കുന്നു. മനസ്സിലായോ? അത് കൂടാണ്ട് കീടനിയന്ത്രണം, നിങ്ങളുടെ കൃഷിത്തോട്ടങ്ങളുടെ ഒക്കെ ചുറ്റതിരുകളിൽ വെച്ച് പിടിപ്പിച്ചാൽ കീടങ്ങളുടെ പ്രാണികളുടെ ശല്യം കുറയുന്നതിന് സഹായിക്കും. കൊതുകിനെ പോലും തുരത്തുന്നതിന് സഹായിക്കും. അതുപോലെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൃഗങ്ങൾ കടിക്കില്ല, ഭക്ഷിക്കില്ല. പശുക്കളും ആടുകളും ഒന്നും ഇത് കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചുറ്റും വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം ഇതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ അവർ കൂടുതൽ ആക്രമിക്കാതിരിക്കും, ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും. അങ്ങനെയുണ്ട് ഒരു ബുദ്ധി. മനസ്സിലായി? അപ്പൊ കൃഷിസ്ഥലങ്ങളിലും ഇത് നല്ലതാണ്, അന്തരീക്ഷ മലിനീകരണത്തിന് നല്ലതാണ്. കൃമികീടങ്ങള് പ്രാണീനൊക്കെ എന്നൊക്കെ നമ്മുടെ വിളകളെ സംരക്ഷിക്കുന്നതിന് ഗുണം ചെയ്യും. ഇതാണ് പൊതുവായിട്ടുള്ള ചില ഉപകാരണങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എന്താണെന്ന് വെച്ചാൽ പൊങ്കാമിയ പിന്നേറ്റ. പൊങ്കാമിയ പിന്നേറ്റ എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. സംസ്കൃതത്തിൽ കരഞ്ചം എന്ന് വിളിക്കും. കരഞ്ചം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ രസഗുണ വീര്യ വിഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളാണ്, ഉഷ്ണവീര്യമാണ്, തിക്തകടു ലഘുരൂക്ഷ ഉഷ്ണഗുണം, തിക്തകടു കഷായ രസമാണ്, കടു വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്. ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങൾ കേട്ടോ. അതായത് ചർമ്മരോഗങ്ങൾക്ക്, ത്വക്ക് രോഗങ്ങൾക്ക് സംരക്ഷണത്തിന് ഒരുപാട് ആവശ്യമുണ്ട് പറയാം. അതുപോലെ കൃമിഹരത്തുണ്ട്. കൃമിഹരത്തും കീടനാശിനിയായിട്ട് കീടനിയന്ത്രണത്തിന് പറ്റും. കൃമിഹരത്തുണ്ട്, അതായത് വയറ്റിലേക്ക് വിരകൾ പോകുന്നതിന് സഹായിക്കും. പിന്നെ ത്വക്കിന് നല്ലതാണ്. പിന്നെ അർശോരോഗികൾക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം കേട്ടോ. അതൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉപയോഗങ്ങൾ. അപ്പൊ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ചെയ്യാറുള്ള ചില സംഗതികൾ പറയാറുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇത് അർശരോഗികൾ, അതായത് അർശസ് എന്ന് പറഞ്ഞ പൈൽസ് ഇല്ലേ, പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിന്റെ തളിരലി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പറിച്ചെടുത്തിട്ട് നമ്മൾ ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്തിട്ട് അരിഞ്ഞെടുത്തിട്ടേ താളിച്ചെടുത്ത് തോരനുണ്ടാക്കുക. നാളികേരം കൂടി ചേർത്ത് താളിച്ച്, ചുവന്നുള്ളിയും ധാരാളം ഇട്ടോ, പൈൽസിന് നല്ല സംഗതിയാണല്ലോ. ചുവന്നുള്ളിയും ഈ ഉങ്ങിന്റെ തളിരലിയും നാളികേരം കൂടെ നിങ്ങൾ തോരൻ വെച്ചിട്ട് കഴിക്കുക. അത് ഈ അർശസിന്റെ ബുദ്ധിമുട്ട് കുറയുന്നതിന് സഹായിക്കും. അതൊരു പ്രധാന ഉപയോഗം. പിന്നെ നമുക്ക് ഇതിന്റെ തൊലി ഉണ്ടല്ലോ, ഈ മരത്തിന്റെ തൊലി ചെത്തിയെടുത്തിട്ട് അത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് പച്ച തൊലി വെളിച്ചെണ്ണ കാച്ചി അതൊന്ന് ഇടിച്ചിട്ടിട്ട് വെളിച്ചെണ്ണ മൂപ്പിക്കുക. അത് കാച്ചി അരിച്ച് സൂക്ഷിക്കുക. വീട്ടിലൊക്കെ സൂക്ഷിക്കണതല്ല, നമുക്ക് യാതൊരു ചെലവില്ലാത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മേടിക്കുക. അത് ഈ തൊലി ചെത്തിയെടുത്തിട്ട് അത് ഇതിന്റെ മരത്തിന്റെ വൃക്ഷത്തിന്റെ തൊലി ചെത്തിയെടുക്കുക. അത് കുനുകുനാന്ന് കഷ്ണങ്ങളാക്കി ഇടിച്ച് ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് അരിച്ചെടുത്തിട്ട് സൂക്ഷിക്കുക. അത് എന്തിനും ഉപയോഗിക്കാന്ന് അറിയോ? അതായത് നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റോ വീഴ്ചയോ അടിയിടി ഒടിവ് ചതവൊക്കെ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ ഒക്കെ ഉണ്ടായി അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, എന്നിട്ടും ആ സ്റ്റിഫ്നെസ്സും നീരും വേദനയൊന്നും വറ്റിപ്പോയിട്ടില്ല എന്നൊക്കെ, അത്തരം സ്ഥലങ്ങളിൽ ആ സന്ദർഭങ്ങളിലാണ് ഇതിന്റെ ആവശ്യം. ഇങ്ങനെ കാച്ചി അരിച്ച് സൂക്ഷിക്കുന്ന വെളിച്ചെണ്ണ അത് കൂടെ നല്ല ധാരയിടുക, തോര പെരട്ടുക, ഇനി ഒരു പഞ്ഞിയിൽ മുക്കി അവിടെ വെച്ച് കെട്ടിവെക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ടും വേദനയും കുറയുന്നതിനും ആ രക്തസഞ്ചാരം രക്തോട്ടം ഉണ്ടാവുന്നതിനും സഹായിക്കും. അങ്ങനെ ഇതിന്റെ തൊലി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു പ്രധാന ഉപയോഗമുണ്ട്. നമുക്ക് ഈ ടൂത്ത് ബ്രഷും പേസ്റ്റൊക്കെ ഇപ്പോഴല്ലേ വന്നേ. പണ്ട് ദന്തധാവനത്തിന് ആയുർവേദ ഗ്രന്ഥങ്ങൾ സൂത്രസ്ഥാനത്തില്, അഷ്ടാംഗഹൃദയത്തില് സൂത്രസ്ഥാനം ദിനചര്യ എന്ന് പറഞ്ഞ അധ്യായത്തില് ദന്തധാവനത്തിന് ഉപയോഗിക്കുന്ന കുറെ വൃക്ഷങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ കരഞ്ചം, അതായത് ഉങ്ങ്. അതിന്റെ ഉങ്ങിന്റെ തണ്ടുണ്ടല്ലോ, ആ ഇല കളഞ്ഞിട്ട് ആ തണ്ട് നമ്മുടെ ചെറുവിരലിന്റെ വണ്ണത്തില് ഏകദേശം ഒരു 12 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം തണ്ട് മുറിച്ചെടുക്കുക. അതിന്റെ ഒരു തല ചതച്ച് ഇങ്ങനെ ബ്രഷ് പോലെ ആക്കണം, മറ്റേ തല ഇങ്ങനെ
മൊന പോലെയാക്കുക. അതെന്തിനാണെന്നറിയോ? പറഞ്ഞുതരാം. അപ്പൊ എന്നിട്ട് അങ്ങനെ പണ്ട് കാലത്തൊക്കെ പല്ല് തേച്ചിരുന്നത്രേ. അപ്പൊ അതിന്റെ ആ ബ്രഷ് പോലെയുള്ള ഭാഗം കൊണ്ട് നമ്മൾ ഓരോ പല്ലിന്റെ ഇടയും വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് പല്ല് വൃത്തിയാക്കാൻ മോണയിൽ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് താഴോട്ട് ഒഴിയുക. അപ്പൊ ദന്തരോഗങ്ങളൊന്നും വരില്ല, അതിനെ സഹായിക്കും. എന്ന് വെച്ചാൽ ഈ കൃമിനാശക പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്, അതുകൊണ്ടാണ്. പിന്നെ അതിന്റെ മറ്റേ എഗ്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൂർപ്പിച്ച് വെക്കണം. അതെന്തിനാ വെച്ചാൽ പല്ലിന്റെ ഇടയൊക്കെ വൃത്തിയാക്കാനാ. ഇങ്ങനെയാണ് അത്ര പണ്ട് കാലത്ത് പല്ല് തേച്ചിരുന്നത്. ദന്തധാവനത്തിന് ദിനചര്യ അധ്യായത്തിലെ ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ അതിന് സുകൂർച്ചം ദാദശാങ്കലം എന്ന് പറഞ്ഞിട്ട് അതിന് ശ്ലോകം പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാര്. അതിനുപയോഗിക്കുന്ന പല തണ്ടുകളിൽ ഒന്ന് ഇതാണ് കരഞ്ചം, ഇപ്പൊ ഉങ്ങിന്റെ തണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പൊ അർശസിന് കുരുനില ഉപയോഗിക്കാന്ന് പറഞ്ഞു. അതിന്റെ പട്ട ചെത്തിയെടുത്ത് വെളിച്ചെണ്ണ കാച്ചിയിൽ നമ്മൾ ഒടിവ് ചതവിനൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രണ്ട് ഉപയോഗമുണ്ട്. പിന്നെ പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് മറ്റൊരു ഉപയോഗം എന്താ വെച്ചാൽ ദുഷ്ടവ്രണം. അതായത് ഇങ്ങനെ വലിയ മുകളുള്ള, നമ്മളെ വലിയ മുകളുള്ള ഒരു 10-25 വയസ്സുടെ വട്ടത്തിലുള്ള കണ്ണോട് കൂടിയിട്ട് ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടാവും, കുരുക്കള്, ചൂടുകുരുക്കെ വരിക. പ്രത്യേകിച്ച് ബട്ടക്സിലൊക്കെ വരും. അങ്ങനെ ചിലർക്ക് ഇങ്ങനെ തൈ മസിൽസിലൊക്കെ വരാം. രക്തദൂഷ്യം കൊണ്ട് ഉണ്ടാവുന്നതാ അങ്ങനത്തെ വ്രണം. അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയില്ല. എന്തൊക്കെ ഓയിൻമെന്റ് പറ്റിയാലും എന്തൊക്കെ കഷായം കഴിച്ചാലും കുറച്ച് സമയം എടുക്കും. അത്തരം സംഗതികൾ അതിങ്ങനെ കരിഞ്ഞു വരുമ്പോൾ എന്തോരും നമ്മളത് ഉണങ്ങിയെന്ന് വിചാരിക്കും. പക്ഷെ അത് ഉണങ്ങി വരുന്ന സമയത്ത് ഇച്ചിരി ചൊറിച്ചിൽ തോന്നും. അപ്പൊ നമ്മളത് പതുക്കെ ചൊറിഞ്ഞത് പൊട്ടിച്ച് വീണ്ടും വ്രണവും. അങ്ങനെ ഉണങ്ങാതെ കരിയാതെ നിൽക്കുന്ന വ്രണങ്ങളില്ലേ, ആ അവിടെ ഒരു പ്രയോഗമുണ്ട്. അതായത് ഇതിന്റെ കുരു ഉണ്ടല്ലോ, അങ്ങനെ വീതിയിൽ നല്ല കനമുള്ള തൊലിയ, അത് ഇടിച്ച് ചതക്കുക. കുരു എടുത്തിട്ട് ഇതിന്റെ വിത്തേ അതെടുത്ത് ചതച്ചെടുത്ത്, പച്ച വിത്ത് വേണം കേട്ടോ, പച്ച കുരു. അങ്ങനെ വീതിയിൽ നല്ല ഉറപ്പുള്ള തോടോട് കൂടിയിട്ടുള്ള വിത്താ. അതാ മുഴുവൻ വിത്ത് എടുത്തിട്ട് അതിങ്ങനെ ചതക്കുക. എന്നിട്ട് ഈ വ്രണമുള്ള ഭാഗത്ത് വെച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഈ വ്രണം കരിയുന്നതിന് സഹായിക്കും. നമുക്ക് ഉള്ളിലേക്കുള്ള മരുന്നുകളും മറ്റു ചികിത്സകളും വേണ്ടി വരും. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ഓയിൻമെന്റ് പറ്റിയിട്ട് എന്തൊക്കെ കഷായങ്ങൾ കഴിച്ചിട്ടും എന്തൊക്കെ നെയ്യുകളോ പ്രാദേശിക ലേപം കൊണ്ടോ ഉണങ്ങളില്ലാത്ത വ്രണം പോലും ഈ ഉങ്ങിന്റെ കുരു ചതച്ചിട്ടിട്ട് വെച്ച് കെട്ടി കഴിഞ്ഞാൽ ആ കുരു ഉണങ്ങുന്നതിന് സഹായിക്കും. ഓക്കെ, അതാണ് മറ്റൊരു ഉപയോഗം. അപ്പോൾ ഇതിന്റെ കുരുനില നമ്മൾ അർശരോഗികൾക്ക് ഭക്ഷണമായിട്ട് കഴിക്കാം. ഇനി ഇതിന്റെ കുരുനില ഉണ്ടല്ലോ, ഇടിച്ചു പിഴിയുക. കുരുനിലല്ല കേട്ടോ, കുറച്ചുകൂടി മൂത്തല. അത് ഇടിച്ചു പിഴിഞ്ഞിട്ട് നീരെടുക്കുക, സ്വരസെടുക്കുക. അത് വെളിച്ചെണ്ണ കാച്ചി ഇതുപോലെ അരിച്ച് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുരുക്കൾ, ചൊറിച്ചിൽ, വ്രണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ്, കാൽവിരലിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലേ, വെളുത്തങ്ങനെ പാട പോലെ വരും. മഴക്കാലയ്ക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ കാൽവിരലുകളുടെ ഇടയിലൊക്കെ കാണാം. അവിടെ പുരട്ടി കൊടുക്കാം. ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി അരിച്ച് സൂക്ഷിച്ചു വെക്കുക. അത് കാൽവിരലുകൾക്ക് ഇടയിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പല്, ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ എല്ലാ ത്വക്ക് രോഗങ്ങളിലും പുരട്ടാവുന്നതാണ്. പൊതുവെ നല്ലതാണ്, സമാധാനം കിട്ടുന്നതിന് സഹായിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി നമുക്ക് ഈ കുരുനില ഉണ്ടല്ലോ, അല്ല ഇതിന്റെ നല്ല ഇല, 30 ഇലകള് പറിച്ചെടുത്തിട്ട് അതിങ്ങനെ കീറി കഷ്ണങ്ങളാക്കുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഒരു പ്ലേറ്റിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കണം എന്നാണ് ശാസ്ത്രം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റീലിന്റെ കിണ്ണം കിട്ടിയാലും അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇല ഇങ്ങനെ കീറിയിടുക. നിറച്ച് കീറിയും കിട്ടും, ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. എന്നിട്ട് അത് വെയിലത്ത് വെക്കുക. അതൊരു 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ ഇങ്ങനെ കൊള്ളിക്കുക. അത് എടുത്ത് വെക്കുക. പിറ്റേ ദിവസം വെക്കുക. അങ്ങനെ ഒരു 7 ദിവസം അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ആ ഇലയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ നിറം മാറി വരും. എന്നിട്ട് അത് അരിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഈ വെളിച്ചെണ്ണ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇതിന് ആദിത്യഭാഗ തൈലം എന്ന് പറയും. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെളിച്ചെണ്ണ. അതായത് നമ്മൾ തീ അഗ്നിസംയോഗം അല്ലാതെ സൂര്യന്റെ കിരണം കൊണ്ട് വേവിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ എന്ന് അതിനർത്ഥമുള്ളൂ. ആദിത്യഭാഗ തൈലം എന്ന് പറയും. അപ്പൊ ഉങ്ങിന്റെ ഇല കീറിയിട്ട് വെളിച്ചെണ്ണ ഇതുപോലെ ഒരു 7 ദിവസം വെയിലത്ത് വെച്ചെടുക്കുക. ഓക്കെ, ഇത് അരിച്ചെടുത്ത് സൂക്ഷിച്ചാൽ സോറിയാസിസ് രോഗമില്ലേ, സോറിയാസ്, അതായത് ഇങ്ങനെ ദേഹത്തൊക്കെ ചൊറിഞ്ഞ് അടിച്ച് അതിലിങ്ങനെ വ്രണങ്ങളൊന്നും വരില്ല, അങ്ങനെ വെളുത്ത പൊടി പോലെ വരുന്ന അവസ്ഥയാണ് ഈ സോറിയാസ് എന്ന് പറയുന്ന രോഗം. നമുക്ക് ഒത്തിരി ചികിത്സകളും മരുന്നുകളും കഷായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പലതിനും മറ്റ് ചെലവ് താങ്ങാതെ വരുമ്പോഴേ ഈ പ്രയോഗം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് വെളിച്ചെണ്ണയിൽ ഇതുപോലെ തന്നെ കേട്ടോ, ദന്തപാലയം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ഉപയോഗിക്കാം. അതിന് ആദിത്യഭാഗ തൈലം എന്ന് വിളിക്കും. അതിന് ഉങ്ങിന്റെ ഇല കൊണ്ട് ഉപയോഗിക്കാം. അപ്പൊ ഉങ്ങിന്റെ ഇല സ്വരസം വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ നമുക്ക് ത്വക്ക് രോഗങ്ങളിൽ ഉപയോഗിക്കാം. ഇത് ഇല അങ്ങനെ തന്നെ വെയിലത്ത് വെച്ചിട്ട് ആദിത്യഭാഗ തൈലാക്കിയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സോറിയാസിന് ഉപയോഗിക്കാം. കുരു വിത്ത് ചതച്ച് വ്രണങ്ങളിൽ കെട്ടിവെച്ചാൽ അത് ഉണങ്ങുന്നതിന് സഹായിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഇല കുരുന്നിലകൾ തോരൻ വെച്ച് കഴിഞ്ഞാൽ അർശസ് കളകിറാവുന്നതിന് സഹായിക്കും. തൊലി ചെത്തിയെടുത്ത് ചതച്ചിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ചാൽ നിങ്ങൾക്ക് ഈ ഭംഗം, ഫ്രാക്ചർ, ഇടിവ്, ചതവ് അങ്ങനെ പറ്റിയിട്ടുള്ള ഈവൺ ആ ട്രീറ്റ്മെന്റ് പ്ലാസ്റ്ററൊക്കെ ഇട്ടു അതൊക്കെ വെട്ടിക്കഴിഞ്ഞ് വന്നാലും ആ നീർക്കെട്ടും വേദനയും സ്റ്റിഫ്നെസ് ഒന്നും പോയില്ല മുഴുവനായിട്ട്. അവിടെ ഈ തൈലം അങ്ങോട്ട് ധാര കോരിക്കോ, അല്ലെങ്കിൽ ഒരു പഞ്ഞിൽ മുക്കി വെച്ച് കെട്ടി വെച്ച് അങ്ങോട്ട് പിജു കിട്ടോ, അതൊക്കെ ആ നീർക്കെട്ടും വേദനയും കുറയുന്നതിനും സ്റ്റിഫ്നെസ് കുറയുന്നതിനും സഹായിക്കും. ഇങ്ങനെ ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. ഇതിലൊക്കെ ചിലത് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ രോഗികളോട് നിർദ്ദേശിക്കാറുണ്ട്. ഉങ്ങ് കണ്ടിട്ടുണ്ടോ, ഉങ്ങ് അറിയുമെന്ന് വെച്ചാൽ
അപ്പം മറുപടി വരും കണ്ടിട്ടില്ലാന്ന്. ഇനി അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങളുടെ റോഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വളവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, തന്നെ നിന്നുണ്ടായിക്കോളും. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ധാരാളം ഇലകൾ കുനുകുനാന്ന് വരും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ തണൽ വൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ നിർദ്ദേശിക്കാറുള്ള ഒരു 2 സംഗതികളൂടെ രഹസ്യമായിട്ട് വെക്കണമെന്നില്ല, പറഞ്ഞേക്കാം. ഓക്കെ, അതൊരു ബോണസ് പോയിന്റ് ആയിട്ട് പിടിച്ചോ. ആ 2 സംഗതി ഇതിനാണ് ഈ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 ആവർത്തിച്ച് കാണും വേണം, എന്നാലും ഇത് മനസ്സിൽ ഉറക്കുള്ളൂ. എന്നിട്ട് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടെന്നേ ഒരു ഛേദമില്ലാത്ത ഉപകാരമില്ലേ, ചെയ്തുകൂടെ? അപ്പൊ 2 കാര്യം കൂടെ പറയണ്ട കേട്ടോ. അതായത് ഞാൻ യൂഷ്വലി മിക്കവാറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൺസൾട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു 5-6 പേരോടെങ്കിലും നിർദ്ദേശിക്കാറുണ്ട്. അതായത് ഈ ഉങ്ങിന്റെ ഇല ഉണ്ടല്ലോ, നല്ല മൂത്തല, അത് ചതച്ചിട്ടിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കാൻ പറയും. എവിടെയെന്നറിയോ? വാതരോഗികളോട്. ഈ ജോയിന്റ് സന്ധികളിലൊക്കെ വേദന, നീർക്കെട്ട്, ചെറുങ്ങനെ നീർക്കെട്ട്, ഈ രക്തവാത ചായയുള്ള സന്ധിവാത രോഗികളുണ്ടല്ലോ, രക്തവാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. എന്നാൽ നമുക്ക് സന്ധിവാതത്തിനാണ് ചികിത്സിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയുണ്ട്. ആ ഒരു 2 രൂപത്തിലേക്കും വ്യക്തമായിട്ട് തിരിയാത്തൊരവസ്ഥ. ആ സമയത്ത് ഞാൻ ഇതിന്റെ ഇല ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തൈലൊക്കെ തേച്ചിരുന്നതിന് ശേഷം ആ വെന്ത വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് നിർദ്ദേശിക്കും. ഉച്ചതിരിഞ്ഞിട്ടേ വെയിലാറി ഒരു 5 മണിയാകുമ്പോൾ തൈലങ്ങൾ നിർദ്ദേശിച്ച് തേച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന് വ്യായാമമൊക്കെ ചെയ്ത് അപ്പോഴേക്കും ഈ വെള്ളം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഈ ഇലയിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിനൊരു ബ്രൗണിഷ് കളർ വരും. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കുക. അപ്പോൾ എന്നിട്ട് രാത്രി ഇങ്ങോട്ട് കിടന്നുറങ്ങി. ഈ വേദന കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ഡോക്ടറെ എന്നൊക്കെ പറയുന്നവരുടെ വേദനയൊക്കെ പമ്പ കിടക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ വാതഹരത്വവും ഇതിനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണഗുണമാണല്ലോ, ഉഷ്ണഗുണമാണ്. അതുകൊണ്ടായിരിക്കാം ഇതങ്ങനെ വർക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ പറയാറുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉങ്ങിന്റെ ഇലയും ആര്യവേപ്പിലയും പച്ചമഞ്ഞളും കൂടി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ പറയും. ആരോടത്തറിയോ? ത്വക്ക് രോഗികളോട്. ചർമ്മ സംരക്ഷണത്തിന് വളരെ ഒന്നാന്തര സംഗതിയാണല്ലോ. അപ്പോൾ ത്വക്ക് രോഗങ്ങൾ, പലതരം ഫംഗൽ ഇൻഫെക്ഷൻസ്, ചൊറിച്ചിലോ കുരുക്കളോ സോറിയാസിസോ, എന്തായാലും ആര്യവേപ്പിലയും പച്ചമഞ്ഞളും, തക്കണ വേപ്പിൻ്റെ, അതിനാണ് ഈ ആര്യവേപ്പില എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഉങ്ങിന്റെ ഇലയും, അത് മൂത്തല മതി, തളിരലൊന്നും വേണ്ട. അത് ചതച്ചിട്ട് വെള്ളം വെന്തിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറയും. അപ്പൊ ഈ ചൊറിച്ചിലൊക്കെ കുറയും. ദേഹത്ത് ചൊറിച്ചിലുണ്ടാവുക, കുരുക്കളുണ്ടാവുക, ഫംഗൽ ഇൻഫെക്ഷൻ, അർട്ടിക്കേരിയ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവരോട് ഇങ്ങനെ. അപ്പൊ ഉങ്ങല മാത്രം മതിയാവില്ല ചൊറിച്ചിലിന്, നമുക്ക് മഞ്ഞളും വേണ്ടി വരും. അതുപോലെ ആര്യവേപ്പില, കക്കണ വേപ്പിന്റെ ഇലയും വേണം. ഇതെല്ലാം സമമായിട്ട് ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. അതിപ്പോൾ ഡെയിലി മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ഇലകളൊക്കെ മാറ്റി ഫ്രഷ് ഇലകൾ ഇടുക. അങ്ങനെ ആ തിളപ്പിച്ച വെള്ളം പകർന്നു കൊണ്ടുപോയിട്ട് അതുകൊണ്ട് കുളിക്കുക ചൂടോടെ. അത് സഹായിക്കും. അപ്പൊ അത് ത്വക്ക് രോഗങ്ങൾക്ക് സഹായിക്കും. ഉങ്ങല മാത്രമായിട്ട് തിളപ്പിച്ച് കുളിക്കുകയെങ്കിൽ നിങ്ങൾക്ക് വാദസംബന്ധമായ വേദനകൾ കുറയുന്നതിനെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതരം ഉപയോഗങ്ങളുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് ഇനി ഇതൊരു ആവശ്യമില്ലെങ്കിലും നമ്മുടെ വീട്ടുപറമ്പിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കും. കീടങ്ങളുടെ ആക്രമണം കുറയും. മറ്റു മൃഗങ്ങളൊന്നും കടിക്കില്ല. പശുക്കളും ആടുകളൊന്നും ഇതിന്റെ ഇല തിന്നില്ല. എന്ന് വെച്ചാൽ അത് ഇത്തിരി ചവർപ്പുള്ള രസമാണ്. അതുകൊണ്ടായിരിക്കാം അവർ കഴിക്കില്ലാത്ത. എന്നാൽ ഇത് രക്തശുദ്ധി വരുത്തുന്നതിനും ഇതുപോലെ കൃമിഹരത്തുണ്ട്. വാദസംഹാരിയാണ്. ഇതിനൊക്കെ ഉപകാരപ്പെടും. ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്. തണൽ വൃക്ഷമാണ്. അപ്പൊ ഇത് ഓരോ പറമ്പുകളിലും വെച്ച് പിടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നല്ല തണൽ കിട്ടും. നല്ല തണവും കുളിർമയാണ് ഇതിന്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ല. അതായത് ഈ മനോവികാരമായിട്ടുള്ള രോഗികൾക്ക് ധാരയൊക്കെ ചെയ്യുക, ഈ വൃക്ഷത്തിന്റെ കീഴിൽ പാത്തിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചികിത്സ ചെയ്യത്രേ. അത് കൂടുതൽ എഫക്റ്റീവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മരം തടി അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചില ആയുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അത്ര പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഈ കൃഷിക്കുള്ള യന്ത്രങ്ങൾ, സാമഗ്രികളൊക്കെ ഇതിന്റെ തടി കൊണ്ടാണ് ഉപയോഗിക്കുക. അല്ലാതെ നമുക്ക് ഈ വീടിന്റെ കട്ടളയും മച്ചും പലയും ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറില്ല അത്ര. അപ്പോൾ അത്രയും വിവരങ്ങൾ, എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് ഒരു പിശുക്കും കാണിക്കണ്ട. ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. വിശദമായിട്ട് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ വീണ്ടും 9 മണിക്ക് 9 മണിക്ക് ഇപ്പോൾ 9 മണിക്ക് കാണാം. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.